ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷിയെ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. നിലവിൽ ഭക്ഷ്യം, പൊതുവിതരണം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രഹ്ലാദ് ജോഷി തന്റെ നിലവിലെ ചുമതലകൾക്കൊപ്പം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കൂടി വഹിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടക്കാല ചുമതല പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. സജീവ RSS പ്രവർത്തകൻ കൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി വന്നിട്ടുള്ള പ്രഹ്ലാദ് ജോഷി. ഇനി കേൾക്കുന്ന മറ്റൊരു പേര്, പുനഃസംഘടന വരുമ്പോൾ ശ്രീകാന്ത് ഷിൻഡെ, ഏകനാഥ് ഷിൻഡെയുടെ മകൻ വിദ്യാഭ്യാസ മന്ത്രിയായി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതെന്ത് തന്നെയായാലും സർക്കാരിൻ്റെ കാര്യമാണ്, രാഷ്ട്രീയക്കാരുടെ കാര്യമാണ്. അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെയോ പൊതുജനങ്ങൾ സങ്കല്പിക്കുന്നത് പോലെയോ ആകണമെന്നില്ല. ഉള്ളിൽ പല ചർച്ചകളും നടക്കുന്നുണ്ടാകാം, പല രഹസ്യങ്ങളും അവർക്ക് സൂക്ഷിക്കേണ്ടതുണ്ടാകാം. അതൊക്കെ തന്നെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ്. അതൊരു വശത്ത് തുടർന്ന് തന്നെ പോകട്ടെ. ജനം TV നിലപാട് അപ്പോഴും ഇപ്പോഴും പറയുന്നത്, ഈ പാറ്റ കലാപം നേരിട്ട് കണ്ടവർ എന്ന രീതിയിൽ ഞങ്ങൾ പറയുന്നത്, ഇത് മുൻപ് ഡൽഹിയിൽ നടന്ന ഡൽഹി കലാപം, കർഷക കലാപം എന്ന പേരിൽ നടന്ന ഖലിസ്ഥാനികളുടെ വിളയാട്ടം, അതുപോലെ തന്നെയുള്ള അക്രമം നിറഞ്ഞ കൊള്ളയും കൊള്ളിവയ്പും നടന്ന കലാപം തന്നെയായിരുന്നു, രാഷ്ട്രവിരുദ്ധമായിരുന്നു. ഇനിയും ഇത്തരം പ്രക്ഷോഭങ്ങളുമായി ഡൽഹിയിലേക്ക് വന്നാൽ അത് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. രാഷ്ട്രീയത്തിനപ്പുറം ഇത് ഞങ്ങളുടെ ബാധ്യതയാണ്. ഈ മാധ്യമപ്രവർത്തന ജീവിതത്തിലെ ജനം TV ഓരോ മാധ്യമപ്രവർത്തകന്റെയും ബാധ്യത കൂടിയാണ്.